ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മാർഗദർശക മണ്ഡലത്തിൻ്റെ കേരള ഘടകം വിചാരം ചെയ്ത് നിശ്ചയിച്ച ധർമ്മസന്ദേശയാത്ര യതോ ധർമ്മ തതോ ജയ എന്ന ആർഷവാക്യത്തെ മുൻനിർത്തി കേരള തനിമയിലേക്കെന്നൊരു സന്ദേശത്തെ നൽകിക്കൊണ്ട് ഈ 6-ാം തീയതി ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള മംഗളൂരു കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്ന് ദീപം ജ്വലിപ്പിച്ച് യാത്ര പുറപ്പെട്ടു. ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ എന്ന് ബഹുവചനം പറഞ്ഞത് ശ്രദ്ധിക്കുക. ഇന്ന് ഗുരുദേവൻ ഹിന്ദു അല്ല, ഗുരുദേവൻ ഹിന്ദു സന്യാസിയല്ല എന്നൊക്കെ അബദ്ധ പ്രചരണം കേരളീയ സമൂഹത്തിൽ പലരും വ്യർത്ഥമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. എത്ര ക്ഷേത്രങ്ങളാണ് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത്? അത് ഒരു ദിവസം പെട്ടെന്നൊരു ക്ഷേത്രപ്രതിഷ്ഠ അങ്ങോട്ട് ആരംഭിക്കുകയല്ല, മറിച്ച് വൈദിക ശാസ്ത്രങ്ങളെ, ദർശനങ്ങളെ, കാവ്യത്തെ, വ്യാകരണത്തെ, മീമാംസയെ എല്ലാം വിധിപ്രകാരം ആഴത്തിൽ പഠിച്ച് അവയെ പഠിപ്പിക്കാനുള്ള യോഗ്യത നേടി, എന്നാൽ ആ ആശാൻ എന്നുള്ള മേഖലയിലേക്ക് തിരിയുന്നതിന് പകരം അല്പം പ്രവർത്തിച്ചു എന്നുള്ളത് ശരിയാണ്. അനന്തരം പരിപൂർണമായ വിരക്തിയിൽ പരിവ്രാജകനായി സഞ്ചരിച്ച് സുദീർഘമായി തപസ് ചെയ്ത് അതിസൂക്ഷ്മങ്ങളായ ഉപാസനകളിലൂടെ കടന്നുപോയി ശിവരാജയോഗത്തിൻ്റെയും താന്ത്രിക വൈദിക സാധനകളുടെയും സൂക്ഷ്മതയിലൂടെ പ്രവേശിച്ച് അതിസൂക്ഷ്മമായ യോഗചര്യകളിലൂടെ കടന്ന് അതിനിഗൂഢമായ തപശ്ചര്യയിൽ ഏർപ്പെട്ടു. ആ സമുന്നതമായ തപശ്ചര്യ, സമുന്നതം എന്ന് പറയാൻ കാരണം മരുത്വാമലയിലായിരുന്നു അതേറെ. അനന്തരമാണ് പൂർണ്ണ പ്രജ്ഞയോടുകൂടി സമാജത്തിലേക്ക് ഇറങ്ങി വന്നത്. ആ ഇറങ്ങിവരവോടുകൂടി ക്ഷേത്രപ്രതിഷ്ഠ ആരംഭിച്ചു. ഒന്നിന് പിറകെ ഒന്നായി അരുവിപ്പുറത്ത് ആരംഭിച്ച പ്രതിഷ്ഠ കേരളത്തിലുടനീളം ഈ കോഴിക്കോടും ആ സൗഭാഗ്യമുണ്ടായി. ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, അങ്ങനെ വടക്കേ അറ്റത്ത് കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രം, 30-ലേറെ ക്ഷേത്രങ്ങൾ, ധാർമ്മികവും വൈദികവുമായ ഗ്രന്ഥങ്ങൾ, സനാതന ധർമ്മത്തിൻ്റെ ആചരണ സംബന്ധമായി ഏറ്റവും ആധികാരികമായ സ്മൃതി ഗ്രന്ഥം, വേദാന്തത്തിൻ്റെ സൂത്രഗ്രന്ഥമടക്കം രചിച്ച ഗുരുദേവൻ ഹിന്ദുവല്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവർത്തിക്കട്ടെ, പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ വടക്കേയറ്റത്തുള്ള
ഗോകർണനാഥേശ്വര ക്ഷേത്രത്തിൽ നിന്നാണ് ഈ ദീപം ജ്വലിപ്പിച്ച് അതിൽ നിന്നാണ് ഇവിടെ ഈ ജ്യോതി പകർന്നിട്ടുള്ളത്. അനന്തരം കേരളത്തിലെ എല്ലാ സന്യാസാശ്രമങ്ങളുടെയും പ്രതിനിധികളായിട്ടുള്ള സന്യാസിമാർ, പേര് പറയുമ്പം പലതും വിട്ടുപോകുമെന്ന കൃതജ്ഞത സംഭവിക്കുമെങ്കിലും പറയാതിരിക്കുന്നതും ശരിയല്ല എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കട്ടെ. ശ്രീരാമകൃഷ്ണ മഠമായാലും ചിന്മയ മിഷനായാലും മാതാ അമൃതാനന്ദമയി മഠമായാലും ശിവഗിരി മഠമായാലും തീർത്ഥപാദാശ്രമമായാലും ശിവാനന്ദാശ്രമമായാലും നിത്യാനന്ദാശ്രമമായാലും സംബോധ ഫൗണ്ടേഷൻ ആയാലും, ഇങ്ങനെ പേര് പറയുമ്പോൾ പലതും വിട്ടുപോവുക എന്ന പ്രശ്നം വരും. ആശ്രമങ്ങളെല്ലാം ഒറ്റക്കെട്ടായി വന്ന് അതുപോലെ ഒറ്റപ്പെട്ട് ഒന്നോ അതിലധികമോ ശാഖകളായി പ്രവർത്തിക്കുന്ന അനേക ആശ്രമങ്ങളുടെ ആചാര്യന്മാർ ഒത്തുചേർന്ന് ഈ ഒരു യാത്ര കേരളത്തിലേക്ക് പ്രവേശിച്ചു. പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ അല്പം സമയം ദീർഘിച്ചു പോയിരുന്നു കേരളത്തിലേക്ക് പ്രവേശിക്കാൻ. അതിനെ കുദ്രോളി ക്ഷേത്രത്തിലെ നട തുറന്ന ശേഷമുള്ള ദീപപ്രോജ്വാലനവും മറ്റും വഴിയിലുള്ള ട്രാഫിക്കിൻ്റെ പ്രശ്നവും ഒക്കെ ആയിട്ട്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആയിരക്കണക്കിന് പേര് 3 മണിക്കൂറോളം കാത്തിരുന്നിട്ട് ഈ സന്യാസി സംഘത്തെ സ്വീകരിക്കുകയാണ് ചെയ്തത് തലപ്പാടിയിൽ. അത് വലിയൊരു അത്ഭുതകരമായൊരു കാഴ്ചയായിരുന്നു. അത്ഭുതകരമായ കാഴ്ച. 3 മണിക്കൂർ വരെ കാത്തിരിക്കുകയാണ്, ഒരു പരിപാടിയില്ലാതെ. ഈ സന്യാസിമാരെ ഒന്ന് കാണാൻ. അവിടെ പ്രസംഗങ്ങളില്ല, ചെറിയ ഒരു ഭാഷണം മാത്രം, ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞ് കാസർഗോഡ് ചിന്മയ മിഷനിൽ ഹിന്ദു നേതൃസമ്മേളനവും കാസർഗോഡ് ഒരു മൈതാനത്ത് പൊതുസമ്മേളനവും കഴിഞ്ഞു. കണ്ണൂരിൽ അതുപോലെ തന്നെ ജവഹർ ഓഡിറ്റോറിയത്തിൽ നേതൃസമ്മേളനവും പൊതുമൈതാനത്ത് പൊതുസമ്മേളനവും, അത് കഴിഞ്ഞ് വയനാട്ടിൽ ബത്തേരി ഗണപതി ക്ഷേത്രത്തിൽ നേതൃസമ്മേളനവും, അതിവിശാലമായ മാരിയമ്മൻ ക്ഷേത്ര മൈതാനത്ത് പൊതുസമ്മേളനവും കഴിഞ്ഞ് ഇന്ന് രാവിലെ കോഴിക്കോട് ചിന്മയ മിഷൻ ചിന്മയാഞ്ജലി ഹാളിൽ നിറഞ്ഞ സദസ്സിൽ നേതൃസമ്മേളനം കഴിഞ്ഞ ശേഷമാണ് ഈ പൊതുസമ്മേളനം. ഇവിടങ്ങളിലൊക്കെ അഭൂതപൂർവമായ രീതിയിൽ ജനസഹസ്രങ്ങൾ ഈ സന്ദേശങ്ങളെ കേൾക്കാൻ വേണ്ടി കാത്തിരുന്നു. ഇത് വലിയൊരു പരിവർത്തനത്തിൻ്റെ സൂചകമാണ്. ഇത് വലിയൊരു പരിവർത്തനത്തിൻ്റെ സൂചകമാണ്. ആ പരിവർത്തനം സ്ഥായിയായ ധാർമ്മികമായ ഉണർവിലേക്ക് കേരളീയ സമാജത്തെ, ഹൈന്ദവ സമാജത്തെ എത്തിക്കണം. സാന്ദർഭികമായി പറയട്ടെ, ഈ കാര്യപരിപാടി ആരംഭിച്ചത് വാൽമീകി ജയന്തി ദിനമാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം സ്വന്തം മഹിമയെ വിസ്മരിച്ച, സ്വന്തം പൈതൃകത്തെ വിസ്മരിച്ച, ഒറ്റ കാരണം കൊണ്ട് അബദ്ധസഞ്ചാരത്തിലേക്ക് അധപ്പതിച്ചു പോയ, തൻ്റെ മഹിമയെ മറന്നുപോയത് കൊണ്ട് മാത്രം കപടവൃത്തിയിലേക്ക് ആണ്ടുപോയ ഒരു മനുഷ്യൻ, ഋഷിമാരുടെ സന്നിധി, ഋഷിമാരുടെ സത്സംഗം ലഭിച്ചപ്പോൾ, അവരുടെ ഉദ്ബോധനം കേട്ടപ്പോൾ തപസ്സിലേക്ക് തിരിഞ്ഞു. ആ തപസ്സിൽ
തപസ്സുണ്ടാക്കിയ വൽമീകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതോ ആദി കവിയായി, മഹാകവിയായി, മഹർഷിയായി. ഇത് വലിയൊരു സന്ദേശമാണ്. നമ്മുടെ സമാജം നമ്മുടെ മഹിമയെ വിസ്മരിച്ച് കാലങ്ങൾ കുറച്ചായി. സ്വന്തം പൈതൃകത്തെ, പാരമ്പര്യ മഹിമയെ മറന്നിട്ട് കുറച്ചായി. പലരും ഓതിത്തന്ന പലതും അതുകൊണ്ട് നമ്മുടെ ശിരസുകളിലേക്ക് കയറിക്കൂടി. ഹിന്ദു എന്ന് പറഞ്ഞാൽ ജാതി ഭിന്നതയാണ്, ചൂഷണ വ്യവസ്ഥയാണ്, തൊട്ടുകൂടായ്മയാണ്, തീണ്ടിക്കൂടായ്മയാണ്. ശരിയാണ്. വേദം വിസ്മരിച്ച ഒരു മധ്യകാലഘട്ടത്തിൽ, അന്ധകാരാവൃതമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ട്. അന്ന് തൊട്ടുകൂടാ, തീണ്ടിക്കൂടാ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമാണെന്നുള്ള ഹീനതകൾ നമ്മുടെ സമാജത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ ഹീനതയിൽ നിന്നും നമ്മുടെ സമാജത്തെ ഉയർത്തിയത് ആര്? വേദജ്ഞന്മാരാണ്. വേദ സന്ദേശം സമാജത്തിൽ വാരി വിതറിയവരാണ്. അത് അയ്യ വൈകുണ്ഠസ്വാമികളാവട്ടെ, തൈക്കാട്ട് അയ്യാവാകട്ടെ, ചട്ടമ്പിസ്വാമി തിരുവടികളാവട്ടെ, ശ്രീനാരായണ ഗുരുദേവനാകട്ടെ, ശുഭാനന്ദ ഗുരുദേവനാകട്ടെ, ശ്രീരാമകൃഷ്ണദേവന്റെ നേർ ശിഷ്യനായിരുന്ന നിർമ്മലാനന്ദ സ്വാമികളാവട്ടെ, ബ്രഹ്മാനന്ദ ശിവയോഗിയാകട്ടെ, ഈ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ച വാഗ്ഭടാനന്ദ ഗുരുവാകട്ടെ, ബ്രഹ്മാനന്ദ ശിവയോഗിയാകട്ടെ, ശിവാനന്ദ പരമഹംസരാകട്ടെ, രാമാനന്ദ ഗുരുദേവനാകട്ടെ, ആഗമാനന്ദ സ്വാമികളാവട്ടെ, ഒരു പരമ്പര വേദത്തിന്റെ സാരം ഉൾക്കൊണ്ട വേദഗുരു സദാനന്ദ സ്വാമികളാവട്ടെ, പണ്ഡിറ്റ് കറുപ്പനാവട്ടെ, മഹാത്മാ അയ്യങ്കാളിയാവട്ടെ, വേലായുധൻ പണിക്കരാവട്ടെ, പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നീണ്ടു പോകും ആ പരമ്പര. അവരാണ് അന്ധകാരത്തിൽ നിന്ന് നമ്മൾ ഉയർത്തിയത്. വേദത്തിൽ ആഴ്ന്നിറങ്ങിയ ജ്ഞാനത്തോടു കൂടിയ ആ മഹാപുരുഷന്മാരുടെ ഉദ്ബോധനമാണ് നമ്മെ നാമാക്കിയത്. ഇടക്കാലത്ത് വന്ന അന്ധകാരത്തെ നിരസിച്ചത്. ഇത് നമ്മൾ മറക്കരുത്. പലരും പറഞ്ഞു തരും ഹിന്ദു എന്ന് പറഞ്ഞാൽ അതാണ് അതാണ് അതാണ്. ചരിത്രത്തിലേക്ക് തിരിയണം. അതുകൊണ്ട് മനു നമ്മളോട് പറഞ്ഞു, സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ. സ്വന്തം സ്വന്തം ചരിത്രത്തെ പഠിക്കുമാറാകണം. ചരിത്രം പഠിക്കണം. നമ്മൾ ഭരണാധികാരികളുടെ കാലിക നിർദ്ദേശമനുസരിച്ച് രചിക്കപ്പെടുന്ന ഹിസ്റ്റോറികളല്ല, ഹിസ്റ്ററി പഠിക്കണം, ചരിത്രം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പ്രഗത്ഭ ചരിത്രകാരനായിരുന്ന ശ്രീധരമേനോൻ കേരള ചരിത്രം രചിക്കാൻ വേണ്ടി സർക്കാർ ഏജൻസിയാൽ നിയോഗിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് നിർദ്ദേശം ലഭിച്ചു, EMS നമ്പൂതിരിപ്പാടിനോട് ചർച്ച ചെയ്തിട്ട് വേണം രചിക്കാനെന്ന്. അദ്ദേഹം തയ്യാറായില്ല. മറക്കരുത്, ഓരോരോ കാലഘട്ടത്തിൽ ഭരണാധികാരികളായിട്ടുള്ളവർ അവർക്കനുസൃതമായി ചരിത്രം രചിപ്പിക്കും. അങ്ങനെയുള്ള ചരിത്രം പഠിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ചരിത്രം സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ എന്ന് മനു പറഞ്ഞത്, അനുശാസിച്ചത് അനുസരിച്ചാൽ ഓരോ പ്രദേശത്തിനും തനത് മഹിമ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ചേർന്നിരിക്കുന്ന കോഴിക്കോട്, ഇതിനു മുമ്പുണ്ടായിരുന്ന കണ്ണൂരായാലും വയനാടായാലും കാസർഗോഡായാലും അതെ, അപവാദമല്ല. പക്ഷെ ഇവിടത്തെ സവിശേഷത നമ്മൾ ഓർമ്മിച്ചേ മതിയാവും. വീരന്മാരുടെ, ചേകവന്മാരുടെ, കേവലം ഒരു തച്ചോളിയോദയനോ ഒരു ഉണ്ണിയാർച്ചയോ അല്ല, സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ഒരുപോലെ ആയോധന പാടവത്തിൻ്റെ, ആയുധ പ്രയോഗ പടുത്വത്തിൻ്റെ അങ്ങേയറ്റത്തെത്തിയ മഹാപുരുഷന്മാര് വാണ നാടാണിത്.
വ്യാപകമായി നമ്മുടെ തറവാടുകളിൽ ശാക്തേയ ഉപാസനകൾ നമ്മൾ നിർവഹിച്ചു, ശക്തിയെ പൂജിച്ചു. ഈ കോഴിക്കോട് ജില്ലയിൽ പിടാരരെന്നും ഗുരുക്കളെന്നും ഒക്കെ പറയുന്ന ആചാര്യന്മാര് അശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് സമാജത്തെ നയിക്കുന്നതിന് പ്രവർത്തിച്ചു. മറക്കരുത്, ഇവിടം എത്രയോ ദേവസന്നിധികൾ ടിപ്പുവിനാൽ കുറേയൊക്കെ തകർക്കപ്പെട്ടെങ്കിലും അതിന് മുമ്പും പിമ്പുമുള്ളത് നമുക്കറിയാം. ഒട്ടേറെ ദേവസന്നിധികൾ, ആരുടെ സ്ഥാനങ്ങൾ ഇവിടെയുണ്ട്. കാവുകളും തെയ്യങ്ങളും ഈ കോഴിക്കോട് ശക്തി പകർന്നിട്ടുണ്ട്. ഇനി കേവലം ആരാധനാതലത്തിൽ മാത്രമല്ല, സമീപ കാലഘട്ടത്തിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, ഇന്ന് ULCCയെ നമ്മുടെ നാട് മുഴുവൻ കാണുന്നുണ്ട്. വാഗ്ഭടാനന്ദ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനമാണ്. ശുദ്ധ വേദാന്തിയായിരുന്ന വാഗ്ഭടാനന്ദ ഗുരു സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി. അന്നും ഇന്നും വലിയൊരു ശക്തിയുടെ പരമ്പര നിലനിന്ന പ്രദേശം. എത്രയോ അവധൂത മഹാത്മാക്കളുടെ തപസ്ഥലി, സന്നിധി. അങ്ങനെയുള്ള കോഴിക്കോട് ഇന്ന് ഭാഷയിലായാലും ഇനി ഭക്ഷണത്തിലായാലും ഭൂഷയിൽ വേഷത്തിലായാലും എല്ലാം മറ്റൊന്നാക്കി തീർക്കാനുള്ള പരിശ്രമങ്ങൾ നിരന്തരം നടക്കുകയാണ്. കോഴിക്കോടിനെ കോഴിക്കോടാക്കുന്നവർ, അത് ഉച്ചാരണ വൈകല്യം കൊണ്ട് പറയുന്നതിന് ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും ശുദ്ധോച്ചാരണം വഴങ്ങില്ല. പക്ഷേ വലിയ പരസ്യ ബോർഡുകളിൽ കോഴിക്കോടെന്ന് അനേക സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം, നിങ്ങളും കാണുന്നുണ്ടാവും. നോക്കൂ, മലയാളിക്ക് സവിശേഷമായിട്ടുള്ള ഉച്ചാരണ ശേഷിയാണ്. ഴകാരം മറ്റു പലർക്കും വഴങ്ങില്ല. നമുക്ക് കോഴിയും മൂഴിയും ഭൂഴിയും വാഴയും എല്ലാം ഉണ്ട്. കോഴിക്കോടിനെ കോഴിക്കോടാക്കുന്നത് അത് അത് അത്ര സ്വാഭാവികമായി സഹജമായി വരുന്നതാണെന്ന് കരുതരുത്. ഭാഷയിലൂടെ സാംസ്കാരിക ധ്വംസനത്തിന്റെ മാർഗങ്ങളിൽ ഒന്നാണത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സവിശേഷമായ ഭക്ഷണ പദാർത്ഥങ്ങൾ. ഈ കോഴിക്കോട് എന്തെല്ലാം സവിശേഷതയാർന്ന ആഹാര പദാർത്ഥങ്ങളുണ്ട്. കോഴിക്കോടിന്റെ വിശേഷമായ പത്തിരിയുണ്ട്. പുട്ട് കേരളത്തിൽ ഉടനീളം ഉണ്ടെങ്കിലും കോഴിക്കോടാണ് ഒന്നാം തരം. വെള്ളയപ്പം കോഴിക്കോടാണ് ഒന്നാം തരം. നമ്മുടെ പേരാമ്പ്ര കുറ്റിയാടി ഭാഗത്തുള്ള ഉണ്ടെന്ന് പറഞ്ഞ സാധനം പല മഴുവുമാണ് അത് മുറിക്കണമെങ്കിലും അത്തരം ഉണ്ട. കലത്തപ്പം ഇവിടുത്തെ വിശേഷമാണ്. ഇതെന്തിനാ സ്വാമി കുറെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേര് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഫുഡ് ഫെസ്റ്റുകൾ നടത്താറുണ്ട് പ്രതിവർഷം. പല മാധ്യമങ്ങളുമാണ് നടത്തുന്നത്. പക്ഷെ സ്പോൺസർമാര് പലരും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അങ്ങനെയുള്ള സ്പോൺസർമാരുടെ സ്പോൺസർഷിപ്പിൽ ഫുഡ് ഫെസ്റ്റ് നടത്തുന്ന സമയത്ത് നൽകപ്പെടുന്ന സന്ദേശം കോഴിക്കോടെന്ന് പറഞ്ഞാൽ വെറും ഇറച്ചിയും മീനും മാത്രമാണെന്നാ. ഇറച്ചി കഴിക്കേണ്ടെന്ന് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ, കഴിക്കണ്ടെങ്കിൽ കഴിക്കേണ്ട. മീൻ കഴിക്കേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മീൻ കഴിക്കണമെങ്കിൽ കഴിച്ചോളൂ, കഴിക്കണ്ടെങ്കിൽ കഴിക്കേണ്ട. ഭക്ഷണം അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ കോഴിക്കോടെന്ന് പറഞ്ഞാൽ വെറും മാംസവും മത്സ്യവും മാത്രമാണ് എന്ന് തോന്നിപ്പിക്കും വിധം ഇവിടെ ഫുഡ് ഫെസ്റ്റുകൾ നടത്തുന്നത് നിരുപദ്രവകരമാണെന്ന്, ദുരുദ്ദേശരഹിതമാണെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. നേരത്തെ ശ്രീനാരായണ ഗുരുദേവനെ ഹിന്ദു അല്ല എന്ന് പറഞ്ഞാക്കുന്നത് പോലെ ചില പ്രക്രിയയുടെ ഭാഗമാണത്. ഇത്തരം
സാംസ്കാരിക ധ്വംസനത്തിനായിക്കൊണ്ടുള്ള പരിശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? തിരിച്ചറിവുള്ളവരാവുക. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ഗൃഹങ്ങളിൽ മാതൃകാപരമായ ആചാരങ്ങൾ നടക്കുക, ശാസ്ത്രബോധത്തോടെ വളരുക. ഇത് മാത്രമേ വേണ്ടൂ. ബാക്കിയെല്ലാം താനേ വരും. ഒരു സമാജം എന്ന രീതിയിൽ സാമ്പത്തിക അഭിവൃദ്ധി നമുക്ക് വേണം. ഏത് സമാജമാണോ സാമ്പത്തികമായി താഴേക്ക് പോകുന്നത്, അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ. അവർക്കെന്നും ആശ്രിതരായി വിധേയരായി കഴിയേണ്ടി വരും. ആശ്രിതർക്ക് വിധേയർക്ക് സ്വാതന്ത്ര്യമില്ല. ആശ്രിതർക്ക് വിധേയർക്ക് വ്യക്തിത്വമില്ല. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഉയരണം. അതിനുള്ള പദ്ധതികൾ ചെയ്യണം. ചെയ്തേ മതിയാവും. കച്ചവടത്തിൽ, കൃഷിയിൽ, വ്യവസായത്തിൽ, തൊഴിൽ മേഖലകളിൽ മുന്നിലേക്ക് പോകണം എന്നൊരു സങ്കല്പമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നൽകണം. അറിയാതെ നമ്മൾ ഒരുപാട് അബദ്ധങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒരുപാട് ആധ്യാത്മിക പ്രഭാഷകർ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഈ പണമൊന്നും ആഗ്രഹിക്കരുത് എന്ന്. വേണമെങ്കിൽ പറയും പണം ആളെ കൊല്ലിയാണെന്ന്. ഇത് പറഞ്ഞ ചിദാനന്ദപുരിസ്വാമിക്ക് ദക്ഷിണയും വേണം. അരുത്. വേദത്തിലേക്ക് തിരിച്ചു പോവുക. വേദം സമ്പന്നമായ സമാജത്തെയാണ് മുന്നോട്ട് വെച്ചത്. യയാ കയാച വിധയാ ബഹുവന്നം പ്രാപ്നുയാത് ഭൂത്യൈ ന പ്രമദിതവ്യം എന്നൊക്കെ വേദമാണ് അനുശാസിച്ചത്. വേദസംഹിതയിൽ തന്നെ എനിക്ക് പശു വേണം, ആട് വേണം, കാള വേണം, കുതിര വേണം, ആന വേണം, പട്ടുവസ്ത്രം വേണം, പരുത്തി വസ്ത്രം വേണം, കമ്പിളി വസ്ത്രം വേണം, രത്നം വേണം, സ്വർണം വേണം, വെള്ളി വേണം, അങ്ങനെ വേണം 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 എന്ന് 300 ചില്ലാൻ പ്രാർത്ഥനകളുണ്ട് ശ്രീരുദ്രത്തിൽ. ഒരിടത്തും ദരിദ്രത വേണമെന്ന് പറഞ്ഞിട്ടില്ല. ദരിദ്രരെ സേവിക്കണം, ദാരിദ്ര്യത്തെ പൂജിക്കരുത്. ഈ സമ്പന്നമായൊരു സമാജ സൃഷ്ടിക്ക് ആ സന്ദേശം നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് കൈമാറണം. അതോടൊപ്പം കരുത്തു വേണം. അതുകൊണ്ട് വേദം പറഞ്ഞു, കുശലാന്ന പ്രമദിതവ്യം. നിന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണോ അതിൽ നിന്ന് മടിച്ചു പിന്മാറരുത്. ശക്തമാകണം നമ്മുടെ കുടുംബങ്ങൾ. അതിന് അടിസ്ഥാനപരമായി ധൂർത്തുകൾ ഒഴിവാക്കണം. കരുത്തുറ്റവരായി നമ്മുടെ മക്കളെ വളർത്തണം, കരുത്തറ്റവരായിട്ടല്ല. പലരും നമ്മളെ പലതും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വലത്തെ കരണത്ത് അടി കിട്ടിയാൽ ഇടത്ത് കാണിച്ചു കൊടുക്കണം. ഇടത്തും കിട്ടുന്നതല്ല, അപ്പോഴോ ബലവും കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ഇടവും ബലവും തല്ലുകൊണ്ട് നീ നശിക്കണം, എന്നാ നീ നല്ല ഹിന്ദുവാ. അതിനേക്കാൾ അപ്പുറത്തുണ്ട്, നല്ല മനുഷ്യനാ, വായി കൈയിട്ടാ കടിക്കില്ല, അത്ര നല്ല സ്വഭാവ. വായി കൈയിട്ടാ കടിക്കാത്തവൻ നല്ല സ്വഭാവക്കാരനാ, ഒന്നിനും കൊള്ളാത്തവനാ. അല്ലെങ്കിൽ ദന്ത ഡോക്ടർ ആയിരിക്കണം കൈയിടുന്നത്, എന്നാ കടിക്കരുത്. ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറഞ്ഞ് ഒരു ദുർബല ഭാവം നമ്മുടെ സമാജത്തെ ഗ്രസിപ്പിച്ചു. തിരുത്തണം. നമ്മൾ മഹാവിഷ്ണുവെ പൂജിക്കുന്നവരാണ്, നമ്മൾ ഭഗവതിയെ പൂജിക്കുന്നവരാണ്, നമ്മൾ ശിവനെ പൂജിക്കുന്നവരാണ്, നമ്മൾ സുബ്രഹ്മണ്യനെ പൂജിക്കുന്നവരാണ്. ആയിരക്കണക്കിന് ദൈവങ്ങളുണ്ട്. ഈശ്വരൻ ഏകനാണ്, അദ്വിതീയനാണ്. 2 ഈശ്വരന്മാരില്ല. എന്നാൽ ദൈവങ്ങൾ കോടിക്കണക്കിനുണ്ട്. ഒരു ദൈവത്തിനും ആയുധം ഇല്ലാത്തതില്ല. വെട്ടിത്തിളങ്ങുന്ന ആയുധങ്ങളാ. ഇനി ദക്ഷിണാമൂർത്തിക്ക് ആയുധം ഇല്ല എന്നും പറഞ്ഞ് വന്നേക്കരുത്. സരസ്വതിക്ക് ആയുധം ഇല്ല എന്ന് പറഞ്ഞ് വന്നേക്കരുത്. ബാക്കി എല്ലാ ദേവതകൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരായുധ വിശേഷമുണ്ട്. എന്തിനാ? ആസുരിക ശക്തികളെ ഇല്ലായ്മ ചെയ്യാനുള്ള കരുത്തിന് വേണ്ടിയിട്ടാണ്. ആ കരുത്തിനെ ഉപാസിക്കേണ്ടവരാണ് നമ്മൾ, ദൗർബല്യത്തെ ഉപാസിക്കേണ്ടവരല്ല. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ചേ മതിയാവും.
അപ്പൊ സമ്പത്ത്, കരുത്ത്. ഇന്നത്തെ കാലത്ത് സമ്പത്ത് ആർജിക്കാൻ കഴിയില്ല എന്നാരും പറയരുത്. കാരണം നവീന സാങ്കേതിക വിദ്യകൾ നമുക്ക് ഒട്ടനവധി സാധ്യതകളെ തരുന്നുണ്ട്. ഒട്ടനവധി ഇന്നത്തെ ഓൺലൈൻ പോർട്ടലുകൾ ഉപയോഗിച്ച് എന്തെല്ലാം മേഖലകളിൽ നമുക്ക് പ്രവർത്തിക്കാം. ഒരു 5 കിലോമീറ്റർ ഇടവിട്ട സ്ഥലങ്ങളിൽ ഇളനീര് വിൽപ്പനയ്ക്ക് തയ്യാറുണ്ടോ? കരിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 5000-6000 ഉറുപ്പിയെങ്കിലും സുഖമായിട്ട് ഉണ്ടാക്കാം. ഒരു സംശയവും ഇല്ല, തയ്യാറാവാം. പൂക്കച്ചവടം, പഴക്കച്ചവടം, മാലക്കച്ചവടം, അത്തറ് കച്ചവടം വളരെ ലാഭമുള്ള ഇടപാടാണ്. അത്തറ് ശുദ്ധമായ അത്തറായിരിക്കണേ, തട്ടിപ്പൊന്നും ചെയ്യരുത്. നല്ല ശുദ്ധമായ അത്തറ് വാങ്ങി വിൽക്കണം. അത് നല്ല വർണ്ണാഭമായി കാണാൻ തക്ക വിധത്തിൽ ചൈനീസ് ബൾബൊക്കെ ഇട്ടാൽ മതി, വലിയ ചിലവൊന്നുമില്ല. അതിന് നമുക്ക് ചൈനീസ് ഉപയോഗിക്കാം. ഇനി കോഴിക്കച്ചവടം അടിച്ചു വരിക്കുമല്ലോ പോയിട്ട്, എന്നാ പിന്നെ വിൽക്കാനും പഠിക്കണ്ടേ? താത്പര്യം യയാ കയാച വിധയാ ബഹുവന്നം പ്രാപ്നുയാത്. നീ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പണം ഉണ്ടാക്ക്, ധാന്യം ഉണ്ടാക്ക്. സമ്പന്നമായിരിക്കണം സമൂഹം, ശക്തിയുള്ളതായിരിക്കണം സമൂഹം. നമ്മുടെ പെൺകുട്ടികളെ എങ്കിലും ആയോധന കലകൾ പഠിപ്പിക്കണം. കളരിയോ കരാട്ടയോ എന്തെങ്കിലും. പെൺകുട്ടികളെ എങ്കിലും എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് വേണ്ട നല്ല അർത്ഥം, എല്ലാവർക്കും വേണം. കരുത്ത് വേണം. ആചാരനിഷ്ഠയുള്ള കുടുംബങ്ങൾ. ഒന്ന് മാത്രം സൂചിപ്പിക്കട്ടെ, ഈ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന പ്രാചീന സംസ്കാരങ്ങൾ ഒന്നൊന്നായി നശിപ്പിക്കപ്പെട്ടു മതങ്ങളാൽ. മതങ്ങളാണ് സംസ്കാരത്തെ നശിപ്പിക്കുന്നത്. മതം തോട്ടം പോലെയാണ്, സംസ്കാരം വനം പോലെയാണ്. വനം വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നു. വ്യത്യസ്ത വർഗങ്ങളിൽപ്പെട്ട വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും പുൽവർഗ്ഗങ്ങളും മൃഗങ്ങളും മറ്റു ജന്തുക്കളും പക്ഷികളും എല്ലാം ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് വനം. അത് ശീതളമാണ്, സുന്ദരമാണ്, ശ്യാമളമാണ്, സുഗതമാണ്. എന്നാൽ അതിനെ മുഴുവൻ വെട്ടി നശിപ്പിച്ച് ആധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭൂമി നിരപ്പാക്കി തുല്യ അകലത്തിൽ കുഴിയെടുത്ത് അതിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചാൽ, വെള്ളം കൊടുത്താൽ, വളം കൊടുത്താൽ, കള പറിച്ചാൽ അത് തോട്ടമാകും, ഒരിക്കലും വനമാകില്ല. മതങ്ങൾ തോട്ടങ്ങളാണ്. ഒന്ന് മാത്രം, ഒന്നിലൂടെ മാത്രം, ഒന്നിനു വേണ്ടി മാത്രം. എന്നാൽ സംസ്കൃതി, സംസ്കാരം അത് വനം പോലെയാണ്. അത് പരസ്പര ബഹുമാനത്തെ വളർത്തുന്നു. നീ നിന്റെ വിശ്വാസങ്ങളെ പാലിച്ചുകൊള്ളൂ, നീ നിന്റെ ആചാരങ്ങളെ അനുഷ്ഠിച്ചുകൊള്ളൂ. ഞാൻ എൻ്റെ വിശ്വാസങ്ങളെയും എൻ്റെ ആചാരങ്ങളെയും പാലിക്കും, അനുഷ്ഠിക്കും. നമ്മൾക്ക് തമ്മിൽ പരസ്പരം സ്നേഹിച്ച് പരസ്പര ആദരവോടുകൂടി ഒന്നിച്ചു കഴിയാം. ഞാൻ നിന്റെതിനെ നിന്ദിക്കാൻ വരില്ല, നീ എൻ്റെതിനെയും നിന്ദിക്കരുത്. അതെനിക്ക് ഉറപ്പാണ്. ഇങ്ങനെയുള്ള പരസ്പര സ്നേഹാദരവോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാണ് സംസ്കൃതികൾ. ലോകത്തിലുണ്ടായിരുന്ന എല്ലാ സംസ്കൃതികളും അവയെ നശിപ്പിച്ചത് തോട്ടങ്ങളായ മതങ്ങളാണ്. ഒന്ന് മാത്രം വിള, മറ്റെല്ലാം കള. പക്ഷേ ഈ ഭാരതത്തിൽ അത്തരം അധിനിവേശ ശക്തികൾ വന്ന് ഭരണം നിർവഹിച്ചിട്ടും ഇവിടുത്തെ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തേ കാരണം? കാരണം ഒന്നാണ് നമ്മുടെ കുടുംബ വ്യവസ്ഥ. മാതൃദേവോഭവ, പിതൃദേവോഭവ തുടങ്ങിയ മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട കുടുംബ വ്യവസ്ഥ. അമ്മിഞ്ഞപ്പാലിനോടൊപ്പം ആശയങ്ങളെ, ആദർശങ്ങളെ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് പകർന്നു നൽകിയ കുടുംബ വ്യവസ്ഥ. ആ കുടുംബ വ്യവസ്ഥയാണ് നമ്മെ നിലനിർത്തിയത്. ആ കുടുംബ വ്യവസ്ഥയിൽ ദോഷങ്ങൾ സംഭവിക്കരുത്. സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ അവശ്യം ചെയ്യേണ്ടുന്ന ആചരണങ്ങൾ നമ്മുടെ വീടുകളിൽ ചെയ്യണം, നിർബന്ധമാണ്. ഓരോ കുടുംബങ്ങളിലും ആചാരനിഷ്ഠ, അവനവൻ്റെ അച്ഛനമ്മമാരെ സ്നേഹാദരപൂർവം
സേവിക്കുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന സമ്പ്രദായം അത് അടുത്ത തലമുറ കാണണം. ദിവസവും അല്പമെങ്കിലും 24 മണിക്കൂറുള്ള ദിവസത്തിൽ ഒരു 12 മിനിറ്റെങ്കിലും എന്തെങ്കിലും ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കണം, അടുത്ത തലമുറയ്ക്ക് പകർന്നു നൽകണം. ദിവസവും അല്പമെങ്കിലും അഗ്നിഹോത്രം ചെയ്യുക, അഥവാ മന്ത്രങ്ങളെ ജപിക്കുക, അഥവാ നാമം ജപിക്കുക, അവനവൻ്റെ അടുത്ത ക്ഷേത്രത്തിൽ ഒന്നുപോയി ഉപാസിക്കുക, നമ്മളാൽ കഴിയുന്ന സേവാപ്രവർത്തനം ചെയ്യുക. ഈ മനുഷ്യ സമൂഹത്തിന് നമ്മളാൽ കഴിയുന്ന സേവനം അർപ്പിക്കുക. നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടുള്ള ജന്തുക്കളെ, സസ്യങ്ങളെ സ്നേഹിക്കുക. ഇത്രയും ചെയ്താൽ പഞ്ചമഹായജ്ഞങ്ങളായി. പേര് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇതെങ്കിലും ദിവസവും ചെയ്യുന്ന കുടുംബങ്ങളായി നമുക്ക് തീരാമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. കുട്ടികൾ മയക്കുമരുന്നിന് അടിമയായി, അവരെ അമ്മയെ വഴിയിൽ ഉപേക്ഷിച്ചു, അച്ഛനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി എന്നൊന്നും പറയേണ്ട ഗതികേട് വരില്ല. പക്ഷേ നമ്മൾ എന്തിൻ്റെയൊക്കെയോ പിന്നാലെ നെട്ടോട്ടം ഓടുമ്പോൾ, ഏതെല്ലാമോ മസ്തിഷ്ക പ്രക്ഷാളനങ്ങൾക്ക് വിധേയരാകുമ്പോൾ അവശ്യ കർത്തവ്യങ്ങളിൽ നിന്ന് തന്നെ പിന്തിരിയുന്നവരായി പോകുന്നു. സാരമില്ല, ഇനി തിരുത്തിയാ മതി. ഇപ്പോഴും നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ലോകം മുഴുവൻ പ്രതീക്ഷാനിർഭരമായ മനസ്സോടുകൂടി ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഉയരുകയാണ്. ഓരോ മാനങ്ങളെ എടുത്ത് നോക്കിക്കോളൂ. സാമ്പത്തികമായുള്ള നമ്മുടെ ഉയർച്ച, സൈനികമായുള്ള ഉയർച്ച, വിശ്വഗുരു എന്ന നിലയ്ക്കുള്ള ഭാരതത്തിൻ്റെ ഉയർച്ച, കയറ്റുമതിയിലും വ്യവസായത്തിലുമുള്ള ഉയർച്ച, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഭാരതം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്ത് കേരളം ഒന്ന് വേറെയാണ്. കേരളം വേറെ തന്നെ സംസ്കാരമാണ്, കേരളത്തിന് വേറെ തന്നെ വ്യക്തിത്വമുണ്ട് എന്ന് നമ്മളെ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുക. തിരുത്തണം. ഭാരതത്തിലെ ഓരോ സംസ്ഥാനത്തിനും തനത് വ്യക്തിത്വമുണ്ട്, സവിശേഷതകളുണ്ട്. ഭാരതത്തിൽ മുഴുവൻ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഈ കേരളമായാലും തമിഴ്നാടായാലും കർണാടകമായാലും അങ്ങനെ പോയി അങ്ങ് കാശ്മീരം വരെ ആയാലും, ഇങ്ങ് ഗുജറാത്ത് മുതൽ അങ്ങ് മിസോറാം, നാഗാലാൻഡ് ആ ഭാഗം വരെ ആയാലും, അരുണാചൽ പ്രദേശ് ആ ഭാഗം ആയാലും, ഓരോ സംസ്ഥാനത്തിനും തനത് വിശേഷമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും സഞ്ചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. എല്ലാത്തിനും തനത് മഹിമയുണ്ട്. എന്നാൽ ഭാരതത്തിൻ്റെ മൊത്തം വ്യക്തിത്വത്തിൻ്റെ ഭാഗങ്ങളും ഭാവങ്ങളുമാണെല്ലാം. ഭാരതത്തിൻ്റെ വ്യക്തിത്വത്തിന് വിരുദ്ധമോ ഭിന്നമോ ആയിട്ട് ഒരിടത്തും വ്യക്തിത്വമില്ല. കേരളത്തിന് അങ്ങനെ പ്രത്യേക വ്യക്തിത്വമൊന്നുമില്ല. പലരും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുക. ഇങ്ങനെ പലതും പറഞ്ഞ് ചിന്തിക്കാതെ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ സമാജത്തിന് വരുമ്പോൾ നമ്മൾ ആത്മവിസ്മൃതിയിൽ അമർന്നു പോകും. നോക്കൂ, കേരളത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന ഒരു പുഴ. ഈ കേരളം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ചിലർ വിചാരിച്ചിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. കേരള പിറവി നമ്മൾ ആഘോഷിക്കാറുണ്ട്. വാൽമീകി രാമായണത്തിൻ്റെ കാലം നിർണയിക്കുക അസാധ്യമാണ്. ആയിരം വർഷങ്ങൾക്ക് മുൻപാണ് വാൽമീകി രാമായണം രചിക്കപ്പെട്ടത്. ആ വാൽമീകി രാമായണത്തിൽ കേരളമുണ്ട്, കേരള ശബ്ദമുണ്ട്. ഈ പ്രദേശത്തിൻ്റെ പേര് കേരളം എന്നതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സീതാന്വേഷണത്തിന് വാനരന്മാരെ നിയോഗിക്കുന്ന സുഗ്രീവൻ കേരളത്തിൽ അടക്കം നോക്കണമെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ആ കേരളത്തിൻ്റെ മധ്യത്തിലൂടെ ഒഴുകുന്ന പുഴയുടെ പേരെന്താ? പാലക്കാട് പുഴയാ? മലപ്പുറം പുഴയാ? അല്ല, കേരളപ്പുഴയോ? അല്ല, ഭാരതപ്പുഴയാണ്. ഭാരതീയ വൈജ്ഞാനിക ശാഖകൾക്ക് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ മഹാപുരുഷന്മാർ, ഭഗവാൻ ഭാഷ്യകാരൻ ആദി ശങ്കരാചാര്യസ്വാമികൾ മുതൽക്ക് ഇങ്ങോട്ട് നോക്കിയാൽ
തൃക്കണ്ടിയൂര് അച്യുത പിഷാരടി ആയാലും സംഗമഗ്രാമ മാധവനായാലും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ആയാലും പൂന്താനമായാലും അങ്ങനെ 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 കുഞ്ചൻ നമ്പ്യാരായാലും തുഞ്ചത്ത് ആചാര്യനായാലും ചെറുശ്ശേരി ആയാലും അങ്ങനെ അങ്ങനെ ഒരു പരമ്പരയുണ്ട്. വൈജ്ഞാനിക സമ്പത്തിൻ്റെ പരമാവധി നൽകിയവർ മറക്കരുത്. ഇത് കേരളം ഒന്ന് വേറെയാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പണ്ട് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ഈ ആടിനെ പട്ടിയാക്കുക എന്നൊരു പ്രയോഗം നമ്മൾ കഴിഞ്ഞ ദിവസം ആ കഥ ഓർമ്മിച്ചു. ഇപ്പോഴും ഓർമ്മയിൽ വന്നതുകൊണ്ട് പറയാം. ആ കഥയ്ക്ക് രണ്ടംശങ്ങളുണ്ട്, പൂർവാർദ്ധവും ഉത്തരാർദ്ധവും. പൂർവാർദ്ധം എല്ലാവർക്കും അറിയുന്നതാണ്. അതെന്താന്ന് ചോദിച്ചാൽ, കേശവൻകുട്ടി രാവിലെ ആടിനെയും കൊണ്ടിറങ്ങി. അപ്പോൾ ഒരാൾ എതിരെ വന്ന് ചോദിച്ചു, അല്ല കേശവൻകുട്ടി, രാവിലെ തന്നെ എങ്ങോട്ടാ പട്ടീനെയും കൊണ്ട് പോണത്? എന്ത് വിഡ്ഢിത്താ നിങ്ങൾ പറയണത്? പട്ടീനെയും കൊണ്ടോ? ആടല്ലേ ഇത്, ഞാൻ കണ്ണ് കണ്ടൂടെ? ഓ ക്ഷമിക്കണം. കേശവൻകുട്ടി കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ വേറൊരാൾ വന്നു. അയാൾ ചോദിച്ചു, അല്ല കേശവൻകുട്ടി, നിങ്ങൾ എങ്ങോട്ടാ പട്ടീനെയും കൊണ്ട് പോണത്? കേശവൻകുട്ടി എന്താത്? നേരത്തെ ഒരാൾ ചോദിച്ചു, എന്താ നിങ്ങൾക്കൊന്നും കണ്ണ് കണ്ടൂടെ? ഇത് ആടല്ലേ, പട്ടിയല്ലല്ലോ. കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ മൂന്നാമതൊരാൾ ചോദിച്ചു, നാലാമതൊരാൾ ചോദിച്ചു, അഞ്ചാമതൊരാൾ ചോദിച്ചു. അവസാനമായപ്പോൾ കേശവൻകുട്ടിക്ക് എന്നെ സംശയം തോന്നി. 10ാമൻ ചോദിച്ചപ്പോൾ കേശവൻകുട്ടി ആടിനെ അഴിച്ചു വിട്ടു. ഇതാണ് എല്ലാവർക്കും അറിയുന്ന കഥ. ഇതാണ് കഥയുടെ പൂർവാർദ്ധം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടുന്ന ഉത്തരാർദ്ധം. ആ ഉത്തരാർദ്ധം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പില്ല ഇവിടെ. അതെന്തെന്നാൽ, കേശവൻകുട്ടി ആടിനെ തുറന്നു വിട്ടപ്പോ ഈ 10 പേരും കൂടി ഒത്തൊരുമിച്ച് വന്ന് അതിനെ കശാപ്പ് ചെയ്ത് കറി വെച്ച് പൊരിച്ച് വറുത്ത് തിന്നു. 10 പേരും ഒന്നിച്ച് വന്നിട്ട് അവര് ഭിന്നിച്ചായിരുന്നു ആശയങ്ങളെ പറഞ്ഞത്. ഇവിടുത്തെ സാംസ്കാരിക നായകരെന്ന് പറയുന്നവര്, മാധ്യമങ്ങളെന്ന് പറയുന്നവര്, രാഷ്ട്രീയക്കാരെന്ന് പറയുന്നവര് പല പല പേരിൽ ധാർമ്മികങ്ങളായ ആശയങ്ങളെ വികലമായി സമൂഹത്തിൽ അവതരിപ്പിച്ച് ധർമ്മബോധമില്ലാത്തൊരു സമാജത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ദീർഘകാലമായി പരിശ്രമിക്കാൻ തുടങ്ങി. ഇവിടെ നമ്മൾ നമിക്കുന്നു മെക്കാളയെ, ഇവിടെ നമ്മൾ നമസ്കരിക്കുന്നു മാക്സ് മുള്ളറെ. ആ കൂട്ടുകെട്ടിൻ്റെ സൃഷ്ടികളായ നമ്മൾ ആത്മവിസ്മൃതിയിൽ അമർന്നുപോയി. അതിനെ മുതലെടുത്തുകൊണ്ട് ഇറക്കുമതി ചെയ്ത ഒരുപാട് ഇസങ്ങൾ ഇവിടെ വളർന്നു. ആ ഇസങ്ങൾ ഇന്നും നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മൾ കേട്ടിരിക്കുകയാണ്. അവരെന്തെല്ലാം ചെയ്യുന്നു. ഈ ധർമ്മസന്ദേശ യാത്രയുടെ ഭാഗമായി ചെയ്ത പ്രഭാഷണത്തിലെ അപ്പുറവും ഇപ്പുറവും വെട്ടിമാറ്റി വാർത്ത കൊടുക്കുന്നു. പഴയ തൊട്ടുകൂടായ്മയുടെ, തീണ്ടിക്കൂടായ്മയുടെ കേരളത്തിലേക്കാണ് സന്യാസിമാര് നയിക്കുന്നത്. നമുക്ക് നവകേരളം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. ഞാൻ പണിയെടുത്ത് നീ കൂലി വാങ്ങുന്ന നോക്കുകൂലിയുടെ കേരളം നമുക്ക് വേണ്ട. മുക്കിന് മയക്കുമരുന്നുകളും മദ്യവിപണനവും വേണ്ട കേരളം നമുക്ക് വേണ്ട. ഏറ്റവും മഹാത്ഭുതം നടക്കുന്ന കേരളം, അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയിൽ ചെമ്പ് സ്വർണമാകുന്നു, സ്വർണം ചെമ്പാകുന്നു. ഇങ്ങനെ ചെമ്പിനെ സ്വർണവും സ്വർണത്തെ ചെമ്പുമാക്കുന്ന കേരളം നമുക്ക് വേണ്ട. സ്വാശ്രയ കോളേജുകൾ വന്നപ്പോ ചെറുപ്പക്കാരെ കുരുതിക്ക് കൊടുത്ത കേരളം നമുക്ക് വേണ്ട. ട്രാക്ടർ വന്നപ്പോ അതിന്റെ ഡീസൽ ടാങ്കിൽ ഉപ്പും മണലും നിറച്ച കേരളം നമുക്ക് വേണ്ട. കമ്പ്യൂട്ടറുകൾ വന്നപ്പോ അത് തച്ചുടച്ച കേരളം നമുക്ക് വേണ്ട. ഈ നവകേരളമാണ് വേണ്ട എന്ന് പറഞ്ഞത്. അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം എന്ന്
കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പാടിയൊരു കേരളമുണ്ട്. ആ കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ്, ശ്രദ്ധിക്കുക, കാരണം കുഞ്ഞുകുട്ടൻ തമ്പുരാനെ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും ചിദാനന്ദപുരി അതാ സവർണനായ തമ്പുരാനെ ഉദ്ധരിച്ചിരിക്കുന്നു എന്ന് ഉടനെ പറയും. അതിനാണ് പറയാൻ പോകുന്നത്. ആ കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ് കറുപ്പനെ പണ്ഡിറ്റ് കറുപ്പനാക്കിയത്. കോവിലകത്ത് ഉള്ളിലിരുത്തി കാവ്യവും വ്യാകരണവും പഠിപ്പിക്കുമ്പോൾ പലരും ചോദിച്ചു, തമ്പുരാനെ ഈ ജാതിയിൽ താണയാളെ അകത്തിരുത്തി പഠിപ്പിക്കണോ? കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞു, വിദ്യയ്ക്ക് ജാതിയില്ല. ആ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞ നല്ല കേരളമുണ്ട്. ആ കേരളത്തെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എന്തൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതെല്ലാം ശ്രമിച്ചോളൂ. ഒന്നുറപ്പിച്ച് പറയാം, ഗൃഹസ്ഥന്മാരും ബ്രഹ്മചാരിമാരും സന്യാസിമാരും ഒക്കെയായ ധാർമ്മിക ആചാര്യന്മാര് ആയിരക്കണക്കിന് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഉദ്ബോധനങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിക്കുന്ന സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കാലവും ഒരു സമൂഹത്തെ അന്ധകാരത്തിൽ ആഴ്ത്തിയിരുത്താൻ കഴിയില്ല. യുക്തിപൂർവ്വമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കെൽപ്പുള്ളവരായി നമ്മുടെ സമാജം ഉയരുന്നുണ്ട്. അത് ഉൾക്കൊണ്ട് അതിനനുസൃതമായി സമ്പന്നമായ ശക്തമായ ആചാരനിഷ്ഠയുള്ള ശാസ്ത്രബോധമുള്ള സമാജമായി ഉയരുക എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. സമീപ കാലഘട്ടത്തിൽ ഹൈന്ദവ ജാഗരണത്തിന് വേണ്ടിയും ജാതിക്ക് അപ്പുറത്ത് സമുദായ ഭേദത്തിനപ്പുറത്ത് എല്ലാവർക്കും പൂജാധികാരമുണ്ട്, തന്ത്രാധികാരമുണ്ട് എന്ന് സമൂഹത്തിൽ ബോധിപ്പിച്ച മാധവ്ജിയുടെ ജന്മസ്ഥാനം മറക്കരുത്. അതുപോലെ ഈ അടുത്ത കാലത്ത് ഇപ്പൊ വരെ ഒരുപാട് ഗുരുക്കന്മാരിവിടെ പൂജയും തന്ത്രവും ശക്തയവും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഇന്നും നമ്മുടെ ഇടയ്ക്ക് ഒരുപാട് ഗുരുക്കന്മാരുണ്ട്, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെയുണ്ട്. വേദം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഗുരുനാഥന്മാരെയും അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെയും ആദരപൂർവ്വം കാണുക. ശ്രീരാമകൃഷ്ണദേവന്റെ നേർ ശിഷ്യനായിരുന്ന നിർമ്മലാനന്ദ സ്വാമികൾ ഇതാ ഇവിടെ കൊയിലാണ്ടിയിൽ ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ട്, രാമകൃഷ്ണ മഠം. ഇത്തരം പാരമ്പര്യത്തെ ഓർത്തുകൊണ്ട് ഇത് കോഴിക്കോടല്ല, ഇത് കോഴിക്കോടാണ്. ശ്രീ പട്ടേൽ പ്രഭാകരൻജി പറഞ്ഞു തന്നിരുന്നു എന്നോട്, 3 ജലാശയങ്ങളുടെ മധ്യത്തിലുള്ള സ്ഥലത്തിനാണത്രേ കോഴി എന്ന് പറയുക. ഒരു ഭാഗത്ത് സമുദ്രവും 2 ഭാഗത്ത് നദികളും, അതിൻ്റെ മധ്യത്തിൽ. അത് കോഴിയല്ല, കോഴിയാണ്. അപ്പം അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഉയരുക. ആടായിരിക്കട്ടെ, പട്ടി പട്ടിയായിരിക്കട്ടെ, രണ്ടിനെയും നമുക്ക് സ്നേഹിക്കാം. പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കരുത്. അത്ര മാത്രമേ ഈ സന്ദർഭത്തിൽ പറയുന്നുള്ളൂ. വളരെ വളരെ സന്തോഷം.